ഇൻവേഴ്സിൽ നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ വാല്യൂസും കണ്ടുപിടിച്ച് നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. ഫസ്റ്റ് വൺ നോക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിന് 1 എന്ന വാല്യൂ അടിച്ചത് നമ്മൾ π/4 ആണ്. ദെൻ ആൻസർ ഈസ് π/4 വരും. ഇനി സെക്കൻഡ് വൺ നോക്കുക, കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 വരും. അപ്പം കോസ് ഇൻവേഴ്സ് വന്നാൽ എന്താ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. കോസിന് 1/2 നമ്മൾ പഠിച്ച ഏത് വിലയ്ക്കാണ്, കോസ് 60 ആണ് 1/2. അപ്പോൾ റേഡിയലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ π/3 വരും. നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് π/3 വരും. ദാറ്റ് ഈസ് 2π/3 കിട്ടും. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈനിന് നെഗറ്റീവ് വന്നാൽ വെറുതെ നമ്മൾ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 വരും. സൈനിന് 1/2 അടിച്ച് ഏത് വിലയ്ക്കാണ്, 30 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് π/6 വരും. ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ദാറ്റ് ഈസ് π/4 പ്ലസ് 2π/3 പ്ലസ് മൈനസ് π/6 വരും. ഈ വാല്യൂസ് എല്ലാം കൂടെ ഇക്വേഷനിലേക്ക് കൊടുത്തു. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. LCM എന്ന് പറഞ്ഞാൽ 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π. ഇവിടെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4π. അപ്പോൾ 4 ആണ് വരുന്നത്. 4 വരുമ്പോൾ ഇവിടെ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8π. ദെൻ പ്ലസ് മൈനസ് ഏത് വരും, 6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3π പ്ലസ് 8π ദാറ്റ് ഈസ് ഈക്വൽ ടു 11π. 11π മൈനസ് 2π ദാറ്റ് ഈസ് ഈക്വൽ ടു 9π വരും. 9π/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/4. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/4 വരും.